എന്തുകൊണ്ട് തോറ്റെന്ന് CPM-ഉം സർക്കാരും തിരിച്ചറിഞ്ഞ് അത് മറികടക്കാനുള്ള പണി തുടങ്ങിയതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന രണ്ടാം പിണറായി സർക്കാരിന്റെ പാളിച്ചകളെ സമ്മതിക്കുന്നതാണെങ്കിലും അത് പരിഹരിക്കുമെന്ന് കൂടിയാണ് സർക്കാർ കൂട്ടിച്ചേർക്കുന്നത്. അതിലേറ്റവും പ്രധാനം ക്ഷേമ പെൻഷനാണ്. 60 ലക്ഷത്തോളം വരുന്ന പാവങ്ങൾക്ക് 1600 രൂപ പെൻഷൻ 5 മാസം വൈകിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM-ഉം സർക്കാരും വിലയിരുത്തിയിരുന്നു. ഇനി മുതൽ എല്ലാ മാസവും തെറ്റാതെ പെൻഷൻ നൽകും. കുടിശ്ശികയായിട്ടുള്ള 5 ഗഡുവിൽ 2 ഈ വർഷവും 3 ഗഡു അടുത്ത വർഷവും കൊടുത്തു തീർക്കും. പെൻഷൻ തുക കൂട്ടാനും സർക്കാരിന് ആലോചനയുണ്ട്. അവശ്യ സാധനങ്ങളൊന്നുമില്ലാതെ കാലിയായി കിടക്കുന്ന സപ്ലൈകോയിലാണ് സർക്കാരിന്റെ അടുത്ത ശ്രദ്ധ. കുടിശ്ശിക മുഴുവൻ ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും. എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും മെഗാ ത്രിവേണി മാർക്കറ്റുകൾ തുടങ്ങും. നീതി സ്റ്റോറുകളുടെ വാതിൽപ്പടി വിതരണം പുനരാരംഭിക്കും. സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും തിരുത്തലിന്റെ ഭാഗമായി തുടങ്ങുകയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള DA, DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഓരോ സാമ്പത്തിക വർഷത്തിലും 2 ഗഡു വെച്ച് തീർക്കാനാണ് ആലോചന. ധൂർത്തിനും അനാവശ്യ ചെലവുകൾക്കും തടയിടുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ. ചിലവുകൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവുകൾ ജൂലൈ 31-നകം വകുപ്പുകൾ പുറപ്പെടുവിക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ അവകാശമാണെന്ന് കരുതുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കേന്ദ്ര സമീപനം മൂലമുണ്ടായ പണഞ്ഞെരുക്കത്തിനിടയിലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോവുകയില്ല. തിരുത്തൽ പ്രഖ്യാപനം കഴിഞ്ഞു. ഇനി നല്ല നടപ്പിനുള്ള ശ്രമമാണ്. അതിലെത്ര വിജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സർക്കാരിന്റെയും മുന്നണിയുടെയും നിലനിൽപ്പ്.